നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ രസം വെച്ചുകൊണ്ട് നിൽക്കുന്ന വീഡിയോയിൽ എൻഡ് ചെയ്തു. ഇന്നതേ രസം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ദേ ലാസ്റ്റ് ഫൈനൽ ടച്ചപ്പ് മല്ലിയില കൂടിയതിലേക്ക് ഇടുകയാണ്. നമ്മൾ ഇന്നലെ എന്താണ് പറഞ്ഞു നിർത്തിയത്? നമ്മളിന്ന് കരിമീൻ വാങ്ങാൻ പോവുകയാണ്. കരിമീൻ വാങ്ങാൻ വെള്ളയാണിയിൽ പോവുകയാണ്. അപ്പോൾ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ കരിമീൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും നമ്മൾ ശ്രീജിത്തിൻ്റെ ഇല്ലെന്നാ അവിടെ കാണും, നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ശ്രീജിത്തിൻ്റെ നമ്പർ ഞാൻ എപ്പോഴും കൊടുത്തേക്കും. നമ്മൾ സ്ഥിരം വെള്ളയാണിയിൽ മീൻ വാങ്ങാൻ പോകുന്ന ശ്രീജിത്തിൻ്റെ ഇപ്രാവശ്യം കൊടുത്തേക്കാം. ആഹാ, അടിപൊളി രസം റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഉപ്പൊക്കെ നോക്കട്ടെ. ആക്ച്വലി ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് രാവിലെ നനങ്ങിയിട്ട് വന്ന ഡ്രസ്സാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മൾ ടൂ വീലറിലാണ് പോകുന്നത്. അപ്പോൾ മിക്കവാറും മഴ പെയ്യണമെങ്കിൽ വീണ്ടും നനയും. അതുകൊണ്ട് അത് തന്നെ എടുത്തിട്ട് കേട്ടോ. അരേ വാ, എന്തൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ രസം റെഡി ആയിട്ടുണ്ട്. നേരെ മീനിന് ചേർക്കാനുള്ള മസാലയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മല്ലി, മുളക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി. ഇന്നിപ്പോൾ പൊള്ളിക്കാനൊന്നും നേരമില്ല. എൻ്റെ ഇടയിലുള്ള മൺപിടുത്തം കഴിയുമ്പോൾ തന്നെ ഒരു സമയമാണ്. അപ്പം നമുക്ക് വെള്ളാനിയിൽ പോകാനിറങ്ങിയപ്പോൾ കറണ്ട് ബില്ലിൻ്റെ ആൾ വന്നു. നമ്മൾ സോളാർ വെച്ചിട്ടുള്ളതുകൊണ്ട് എല്ലാ മാസവും കറണ്ട് ബില്ല് വരും. സാധാരണ 2 മാസത്തിലൊരിക്കലേ വരുന്നത്. നമുക്ക് എല്ലാ മാസം വരും. അപ്പം കഴിഞ്ഞ മാസം നമ്മൾ ഉണ്ടായിരുന്നില്ല, കുറച്ചൊക്കെ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എത്ര രൂപ ബില്ല് വന്നു നോക്കാം. എല്ലാ മാസവും 1-നോ 2-നോ 3-നോ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം ഫസ്റ്റ് തന്നെ വന്ന് റീഡിങ് എടുക്കും കേട്ടോ. നമ്മുടെ കറണ്ട് ബില്ല് സോളാർ വെച്ചിട്ട് വന്നത് എത്രയാണെന്ന് നിങ്ങൾ കേട്ടാൽ ഞെട്ടും എന്ന് പറഞ്ഞാൽ ഞെട്ടിത്തരിക്കും ഗൈസ്. കണ്ടു നോക്ക്, 30 രൂപയാണ് ഇപ്രാവശ്യം നിങ്ങൾക്ക് കറണ്ട് ബില്ല് വന്നത്. ഒരുപാട് പേര് വീഡിയോസ് ചെയ്യണം കണ്ടിട്ടുണ്ട്, ഭയങ്കര എമൗണ്ടൊക്കെ വന്നു എന്നുള്ളത്. മേ ബി അവർ യൂസേജ് അനുസരിച്ചാവാം. പിന്നെ ഇത് ക്ലീനിങ് ഒക്കെ ഉണ്ട്, ക്ലീനിങ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യണം, അതൊക്കെ കൊണ്ടാവാം, എനിക്കറിയില്ല. നമുക്ക് ഇത്രയും നാളിനിടയ്ക്ക് ഏറ്റവും കൂടിയ ബില്ല് 250 രൂപയാണ് വന്നത്. ആക്ച്വലി നമ്മുടെ ബില്ല് 160 രൂപയാണ് കേട്ടോ. അപ്പോൾ എന്തോ ഡെപ്പോസിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന് കുറച്ചിട്ടാണ് 30 രൂപ വന്നത്. 160 രൂപയാണ് ബില്ല്, അത് കുറച്ചിട്ട് 30 രൂപയാണ് വന്നിട്ടുള്ളത്. വലിയ യൂസേജ് നമുക്കില്ല, അതുകൊണ്ടാണ് ഈ ഒരു ബില്ല് വന്നത്. മേ ബി യൂസ് ചെയ്താൽ വലിയൊരു ബില്ല് വന്നേക്കാം, മാസം ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു എമൗണ്ട് നമ്മൾ യൂസ് ചെയ്യാത്തതിൻ്റെ എമൗണ്ട് നമുക്ക് എല്ലാ വർഷവും ഏപ്രിൽ മാർച്ചോ അങ്ങനെ എന്തോ ഒരു മന്ത് ആകുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളത് അവരെടുത്തിട്ട് നമുക്ക് പൈസ, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം 3000 രൂപ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വിഷയം ഇതല്ല, കരിമീനാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. വെള്ളായണിയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് തന്നെ ഇതാട്ടോ, നമ്മുടെ വെള്ളായണി ക്ഷേത്രം. തിരുവനന്തപുരംകാരല്ലാത്തവർക്ക് വേണ്ടി പറയട്ടെ, ഇവിടുത്തെ ഉത്സവമൊക്കെ ഉണ്ടല്ലോ, എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണെന്നറിയോ? ഭയങ്കര ഗംഭീര ഉത്സവമാണ് കേട്ടോ. വെള്ളയാണി എന്ന് പറഞ്ഞാൽ നേരെ വെള്ളയാണി അമ്മയാട്ടോ ഓർമ്മ വരുന്നത്. കട്ട വെയിലായിരുന്നു. ഞങ്ങൾക്ക് ഈ നനഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് വരാൻ എനിക്ക് ഭ്രാന്താണോ എന്ന് കരുതി. എന്നിട്ട് ഇതേ കറക്റ്റ് നമ്മൾ മീൻ വാങ്ങുന്ന സ്ഥലത്തെത്തി. വിളിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം 1 കിലോ കരിമീൻ മാറ്റി വെച്ചിരുന്നു കേട്ടോ. അവിടെ കരിമീൻ പോയിട്ട് കാ പോലുമില്ല. 2-3 തിലോപ്പിയ എന്നാണോ സിലോപ്പിയ എന്നാണോ ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ, ഒന്ന് കറക്റ്റ് പറയാം കേട്ടോ. 2-3 തിലോപ്പിയ, ചിലയിടത്ത് തിലോപ്പിയ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടാവേ. ആ മീൻ മാത്രം ഇനി ബാക്കിയുണ്ട് കേട്ടോ. മഴ കൂടി ആയതുകൊണ്ട് ഭയങ്കര തിരക്ക്, പെട്ടെന്ന് തന്നെ മീനെല്ലാം തീർന്നു. വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഇത് മാറ്റി വെച്ചിരുന്നതാന്ന് പറഞ്ഞു. ഒരു മീനും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ അതിഥി തൊഴിലാളികൾക്ക് ഈ മീൻ മതിയല്ലോ. കരിമീനല്ല, അവർ വാങ്ങുന്ന മറ്റേ രോഹു, കട്ട്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മീനുകളില്ലേ, അതാണ് അവർ വന്ന് വാങ്ങിയിട്ട് അങ്ങ് പോകും കേട്ടോ. അവർക്ക് ഈ മീനില്ലാതെ പറ്റത്തില്ല. അവർക്ക് കടൽ മീനിനെക്കാട്ടി പ്രിയം കായൽ മീനാണ്. അങ്ങനെ ശ്രീജിത്തിൻ്റെ നിന്ന് മീൻ വാങ്ങി. 1 കിലോ 400 രൂപ കേട്ടോ. ഇവിടെ നമുക്ക് കരിമീൻ വാങ്ങാൻ വന്നാൽ കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത് 1 കിലോ 400 രൂപയാണ്. മീനും വാങ്ങി തിരികെ പോകും വഴിക്ക് കൃഷിയൊന്നും കാണാനില്ല കേട്ടോ. കുറച്ച് വള്ളിപ്പയർ നിൽപ്പുണ്ടായിരുന്നു, കുറച്ച് ചീര നട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഫുൾ 2 സൈഡും നിറയെ ചീര നിൽപ്പുണ്ടാവും. മഴ ആയതുകൊണ്ടാവും ചീരയൊന്നും ഉണ്ടായില്ല. ചീരയൊക്കെ കുറച്ച് സ്ഥലത്ത് മാത്രം ഇങ്ങനെ വെറുതെ നട്ട് വിത്ത് പാകിയിട്ടേ ഉള്ളത്, പൊടിച്ച് വരുന്നതേ ഉള്ളൂ. കുറച്ച് വള്ളിപ്പയറും കണ്ടു, വേറൊന്നും കണ്ടില്ല. വാഴ കൃഷിയുണ്ട് കേട്ടോ, അല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു സൈഡ് കൃഷിയെങ്കിൽ ഒരു സൈഡ് കായൽ കേട്ടോ. അങ്ങനെ കട്ട വെയിലിനെ ശപിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും അതാ വരുന്നു മഴക്കാറ് വന്നത് മാത്രം ഓർമ്മയുണ്ട്. ഫുൾ മഴയും ഞാൻ നനഞ്ഞായിരുന്നു കേട്ടോ. അത്രയ്ക്ക് മഴയായിരുന്നു, ഫുൾ നനഞ്ഞ കേട്ടോ. മഴയായിരുന്നു. എൻ്റെ തീരുമാനം വളരെ നല്ലതായിരുന്നു, ഈ ടീഷർട്ടും ഈ പാൻസും ഇടാം എന്നുള്ളത്. അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം. കുറച്ച് നേരത്തെ പണിയുണ്ട് കേട്ടോ. അത് നമ്മൾ ചിലപ്പോൾ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ പിടങ്ങി കിടക്കും കേട്ടോ. ഇത് കുറച്ച് സമയമായെന്ന് തോന്നുന്നു പിടിച്ചിട്ട്. നമ്മൾ പറഞ്ഞുകൊണ്ട് മാറ്റി വെച്ചിരുന്നതാണേ. കൈയൊക്കെ മുറിയതിൻ്റെ മുകളിലൊക്കെ ഭയങ്കര ഇതാണ്. ഇത് പാടെന്നറിയാം, പക്ഷെ രുചിയുണ്ട്. എനിക്കത്ര ഫേവറേറ്റ് അല്ല ഈ സാധനം, എങ്കിലും കഴിക്കൂലെന്നല്ല.
എന്നിട്ട് ഇവിടെ ഇങ്ങനെ കീറി വിടുവേ. പറ്റണ്ട, ചിറക് വെട്ടിക്കളയാം. സിസേഴ്സിലൊന്നും മുറിയില്ല, സിസേഴ്സിൻ്റെ മൂർച്ച കുറഞ്ഞു. കൊച്ചു മീൻ പോലും മുറിക്കൂല, അപ്പോഴാണ് വലിയ മീൻ. നോക്കട്ടെ, എക്സസൈസിനാ നല്ലത്. ഈ സൈഡിലൂടെ വെട്ടിവിടാം. ചിലപ്പോൾ വലിയ മുള്ളുണ്ടെങ്കിലേ വെട്ടിയാൽ വരില്ല സിസേഴ്സിൽ. ഈ മീഡിയം സൈസ് കരിമീനാണ് ഏറ്റവും നല്ലത് കേട്ടോ. അധികം വലുതിനെക്കാട്ടിയും ചെറുതിനെക്കാട്ടിയും മീഡിയം സൈസ് കരിമീൻ നല്ല ടേസ്റ്റാണ്. ഇനി ലേശം ഉപ്പെടുക്കുക കേട്ടോ. ഉപ്പെടുത്തിട്ട്, ഉപ്പെടുക്കുമ്പോൾ ഒരു ഗ്രിപ്പ് നമുക്ക് കിട്ടും, അതിനാണ് ഉപ്പെടുക്കുന്നത്. നമ്മുടെ ഫുൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഉപ്പുള്ളതുകൊണ്ടാണ് നമുക്ക് ഗ്രിപ്പ് കിട്ടി, അല്ലെങ്കിൽ ഭയങ്കര സ്ലിപ്പറിയാണത്. നല്ല ഫ്രഷ് മീനാട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ തോട് പൊളിച്ച്, അല്ലെങ്കിൽ തോട് പൊളിക്കുമ്പോൾ ചിലപ്പോൾ ചത കൂടാ അതിൻ്റെ കൂട്ടത്ത് പോവും. നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് ഇന്ന് കിട്ടിയ കേട്ടോ. കണ്ടത് ക്ലീനായിട്ട് വന്നു നോക്കി. അതുപോലെ ഈ സൈഡ് ആക്ച്വലി ചെതമ്പൽ മാത്രമാണ് എല്ലാവരും എടുക്കുന്നത്, പക്ഷെ നമ്മൾ പണ്ട് മുതലേ ശീലിച്ചത് ഇതായതുകൊണ്ട് നമുക്കത് എടുത്തില്ലെങ്കിൽ എന്തോ പോലെയാണ്. രണ്ട് സൈഡും ഉടുപ്പ് ഊരിയേ കരിമീൻ്റെ. ഇനി സാധനങ്ങളൊക്കെ ഇങ്ങനെ അതിൻ്റെ ചിറകും പാലും ഒക്കെ വെട്ടിക്കളയും. നോർമലി ഇവിടെ കൂടുതലും കരിമീൻ ഫ്രൈക്കാണ് എടുക്കുന്നത്, പിന്നെ ചിലപ്പം മപ്പാസൊക്കെ വയ്ക്കും കേട്ടോ. എന്ത് വെച്ചാലും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത മീനാണ്. എന്ത് വെച്ചാലും ഇങ്ങനെ മുഴുവനും ഇട്ടിട്ടാണ് വയ്ക്കുന്നത്. ഇതിൻ്റെ അകം വൃത്തിയാക്കലാണ്. നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര മുള്ളാണ്, കയ്യിൽ കയറി കൊണ്ട ഉറപ്പായിട്ടുന്നൊരു മുറിവ് എൻ്റെ കയ്യിലുണ്ടാവും. ഇതേ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടേ, നല്ല ഫ്രഷ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇത് ഫുൾ വൃത്തിയാക്കിയിട്ട് നമുക്ക് മീനിനെ തേച്ച് പിടിപ്പിച്ച് വറുത്തെടുക്കാം. എന്നെ ഒരു വൃത്തിയില്ലായിരുന്നു കേട്ടോ. കാല് മുതൽ തല വരെ മീനിൻ്റെ വൃത്തിയാക്കിയതായിരുന്നു. പിന്നെ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് അരപ്പെല്ലാം പുരട്ടി ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു അരമണിക്കൂറാവും, അത്രയ്ക്കുള്ള സമയം കിട്ടിയുള്ളൂ കേട്ടോ. ഇനി വറുക്കാം. 12:30 മണിയായി, വേദ സ്കൂളിൽ നിന്ന് വന്നു. അപ്പോൾ ഇനി മീൻ വറുക്കാം. ഇനി വെച്ചിരിക്കാനായിട്ടുള്ള സമയമില്ല, ഇനി ഇത് വറുത്ത് മൂത്തൊക്കെ വരണ്ടേ. അപ്പം ഞാൻ ആദ്യം കരുതി ഡീപ്പ് ഫ്രൈ ചെയ്യാമെന്ന്, പിന്നെ കരുതി ഡീപ്പ് ഫ്രൈ ചെയ്താൽ ആ ഓയിൽ പിന്നെ യൂസ് ഇല്ലാതാവും കേട്ടോ. അതുകൊണ്ട് പിന്നെ കരുതി കുറച്ച് ഓയിൽ ഒഴിച്ച് എങ്കിലും ആ വയറിൻ്റെ സൈഡൊക്കെ നല്ല മുരിങ്ങി വരത്തുള്ളൂ കേട്ടോ. എന്തൊരു സ്മെല്ലായിരുന്നെന്നറിയോ, ഇവിടെയൊക്കെ സ്മെല്ല് എന്നെ തന്നെ മാറിയിട്ട് പോയി. അങ്ങനെയാണ് ഞാൻ കരുതി ഇത് കുളിച്ച് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ എടുക്കാമെന്ന് കരുതി കേട്ടോ. അതുകൊണ്ടാണ് ഇത് പുരട്ടുന്നതെന്ന് കാണിക്കാത്തത്. ഇതിലെ മസാല എന്ന് പറഞ്ഞാൽ കൊച്ചുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം ഉലുവാപ്പൊടി, കൊച്ചുള്ളിയൊക്കെ ഒരു 2-3 അല്ലിയുടെ ടേസ്റ്റിന് വേണ്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ, പച്ചമുളക് 2, കറിവേപ്പില, പിന്നെ ഉലുവാപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, ലേശം വെളിച്ചെണ്ണ, ലേശം നാരങ്ങ നീര്, ഇതെല്ലാം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണേ. ഇനി ഇതിൽ കുറച്ച് ഓയിലും, ഇത് ഓയിൽ നമ്മൾ എടുത്താൽ പിന്നെ അത് ഒന്നിനും യൂസ് ഇല്ല. അതുകൊണ്ടാണ് പിന്നെ കുറച്ചൊഴിക്കാമെന്ന് കരുതി. കുറച്ചൊഴിച്ചാൽ മൂത്ത് കിട്ടാനൊക്കെ വലിയ പാടാണേ. കുറച്ച് കറിവേപ്പില ഇടാം, അപ്പം വലിയ രീതിയിൽ അടി പിടിക്കത്തില്ല. ആ പാത്രം ആകെ കൂടി ചീത്തയാവാൻ തുടങ്ങി, ചെറുതായിട്ടൊക്കെ അടി പിടിച്ച് തുടങ്ങി. അതുകൊണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയുടെ ഇടാം. മാത്രമല്ല ഒരു ഫ്ലേവർ കിട്ടും കറിവേപ്പില ഇടുമ്പോൾ,
ഒരു നല്ലൊരു കറിവേപ്പിലയുടെ ഫ്ലേവർ. ഇതിൽ ഓൾറെഡി ഞാൻ കറിവേപ്പില അരച്ച് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊരെണ്ണം, ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞാലും ഇന്ന് എനിക്ക് കഴിക്കാൻ കൊതിയാവുന്നു. എനിക്കൊരെണ്ണം, വേറെക്കൊരെണ്ണം, ഏട്ടനൊരെണ്ണം, അങ്ങനെ 3 ഫ്രൈ ചെയ്യുന്നുള്ളൂ. ബാക്കി വൈകിട്ട് ഫ്രൈ ചെയ്യാമെന്ന് എഴുതിയേ. ചൂടോടെ പൊരിച്ച് തിന്നാം. ഇപ്പോഴേ വറുത്ത് വെച്ചിരുന്നതിന് ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ചൂടോടെ. എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 എണ്ണം ഉണ്ട് കേട്ടോ. കുറച്ച് ലേശം വെള്ളം കൂടി ഒഴിച്ച് ഞാൻ ആ അരപ്പൊന്ന് ലൂസാക്കിയിട്ടുണ്ട്. എങ്കിലേ കറക്റ്റ് ഇങ്ങനെ മസാല പിടിച്ചിരിക്കത്തുള്ളൂ. എണ്ണ ചൂടായെന്നും പറഞ്ഞാണ് ഞാൻ ഇരുന്നത്. നമുക്ക് ഇതിടാം. ചിമ്മിനി ഓൺ ചെയ്തില്ലെങ്കിൽ വീട് മൊത്തം തേർഡിലിടാം. ഭയങ്കര സ്മെല്ലായിരിക്കും. കുറച്ച് മസാല ഇതിൻ്റെ മുകളിൽ, നല്ല മസാല ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ കുറച്ച് മസാല ഇതിനെയൊക്കെ മുകളിൽ വെച്ച് കൊടുക്കാം. നല്ല മണം വരണം. ബാക്കി ഇത് വൈകിട്ടൊന്നും എനിക്ക് വേണ്ട. ഇപ്പോൾ ഒരെണ്ണം കഴിക്കാൻ കൊതിയായതുകൊണ്ട് ഒരെണ്ണം ഇപ്പം കഴിച്ചേക്കാന്ന് എഴുതി. ലൈറ്റായിട്ട് മീൻ വറുത്തത് കഴിച്ചുവിടാന്നുണ്ടാ? മീൻ വറുത്തതേ കഴിക്കാവൂ. കറക്റ്റ് ഓയിലുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് ഫ്രൈ ആവും. ഞാൻ ഈ ഫാൻ ഇട്ടേക്കുന്നത് കൊണ്ട്, എക്സോസ്റ്റ് അല്ലല്ലേ, ചിമ്മിനി ഓൺ ചെയ്തേക്കുന്നത് കൊണ്ട് വോയിസ് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സത്യമായിട്ടെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയുടെ ആ മസാലയുടെ ആണെന്ന് തോന്നുന്നത്. ഞാൻ ഇന്ന് വരെ കരിമീൻ ഉണ്ടാക്കി ഇത്രയും നല്ല ഒരു മണം വന്നിട്ടില്ല. ഇന്ന് നല്ല മണം വരുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാവേ. കാഷ്യൂസ് ഇത് എന്ത് ഭംഗിക്ക് കിടക്കണം നോക്ക്. ഇത്രയും ഭംഗിയാക്കാൻ ഞാൻ പെട്ട പാടറിയോ? പയ്യൊക്കെ മുറിഞ്ഞു. ഇവിടെയൊക്കെ മുറിഞ്ഞു. ചെറിയ വെള്ളം അത് ഉപ്പിട്ടല്ലേ പിടിച്ചത്. അപ്പൊ ഈ ഉപ്പ് കയ്യിൽ വീഴുമ്പോൾ നീറിയിട്ട് പാടില്ല. അതായത് മുള്ളൊക്കെ ഇവിടേക്ക് കയറി. കഴിക്കുമ്പോഴും സൂക്ഷിച്ച് കഴിച്ചില്ലെങ്കിൽ മുള്ള് തൊണ്ടയിൽ കൊടുക്കണം. ഇന്നിപ്പോ പൊള്ളിക്കാനൊന്നും നേരമില്ല. നാളെ വേണമെങ്കിൽ പൊള്ളിക്കാം. വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേദയ്ക്ക് ഇങ്ങനത്തെ കൂടിയ സാധനങ്ങളൊക്കെ വേദയ്ക്ക് ഇഷ്ടപ്പെടുള്ളൂ. കുറഞ്ഞതൊന്നും വേദയ്ക്ക് ഇഷ്ടമല്ല. നെയ്മീന്, കൊഞ്ചൊക്കെ ഇപ്പൊ കഴിച്ച് വേണ്ട. രണ്ടും അതൊക്കെ കഴിച്ച് വേണ്ട. കശുവണ്ടിയൊക്കെ തിന്നിട്ട് വന്നപ്പോഴേക്കും കരിഞ്ഞില്ല, പക്ഷെ അടി പിടിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞില്ല പാത്രം അടി പിടിക്കുന്ന പാത്രമാണെന്ന്. പക്ഷെ ഞാനെങ്കിലും കറിവേപ്പിലൊക്കെ ഇട്ടുകൊണ്ട് അടി പിടിക്കുമെന്ന് കരുതിയില്ല. ഇത് മാത്രം നല്ലതായിട്ട് കിട്ടി. ഇത് അടി പിടിച്ചു. ഇത് ഫുൾ പോയി. വേദയ്ക്കൊന്ന് പഴങ്കഞ്ഞി കേട്ടോ. കഴിഞ്ഞ ദിവസം പഴങ്കഞ്ഞി ഭയങ്കര ഇഷ്ടത്തോടെ വേദ കുടിച്ചു. അല്ലെങ്കിൽ കുടിക്കില്ല. പഴങ്കഞ്ഞിയില് നിറയെ തൈരെല്ലാം ഒഴിച്ച് നിറച്ച്, ഇന്ന് തൈര് ശരിക്കും കുറച്ച് കൂടുതൽ ഒഴിക്കണേന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കൂടുതൽ തൈരൊക്കെ ഒഴിച്ച് നാരങ്ങ അച്ചാറും മുളക് വറുത്തതും കൂട്ടി നന്നായിട്ടൊന്ന് പഴങ്കഞ്ഞി കുടിച്ചു. അങ്ങനെ എന്നും പഴങ്കഞ്ഞി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പഴങ്കഞ്ഞിയാണ് ഇന്ന് വേദയ്ക്ക്. നോക്കട്ടെ. ഓക്കെ, നമ്മുടെ കരിമീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് പൊടിഞ്ഞു പോയെങ്കിലും ഇതെന്തോന്ന് കരിമീൻ നിങ്ങളിപ്പോ കരുതുന്നുണ്ടോ? അത് ഞാൻ വീഡിയോ എടുത്തോണ്ടോ കേട്ടോ. വീഡിയോ എടുത്ത് ഞാൻ എന്ത് ചെയ്താലും അത് ഫ്ലോപ്പ് ആയിരിക്കും. അടുത്തത് ഇതേട്ടന് ഒട്ടും പൊടിയാത്തത് വേദയ്ക്ക്. വേദ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ. മസാലകളുടെ ഇതിലേക്ക് നമുക്ക് നോക്ക്, എത്ര എണ്ണ ഒഴിച്ചാൽ നോക്ക്. ഫുൾ എണ്ണയും തീർന്നു. ഇത്ര എൻ്റെ പൊടിയാട്ടോ. പൊടി, കറിവേപ്പിലയും മറ്റേ മീനിൽ നിന്നൊക്കെ പൊടിഞ്ഞതും എല്ലാം കൂടി. വേദാ ബാ,
ഓക്കെ, ടേസ്റ്റ് ചെയ്യാം. എന്ത് പാവം. ഇന്ന് വേദയ്ക്ക് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളായിരുന്നു, അതുകൊണ്ട് തന്നെ 12 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഇല്ല, ചൂടോടെ തട്ടാ. ചൂടുണ്ട്, ചൂടുണ്ട്. അല്ല നീനെ, ഞാൻ എന്ന് പൊരിക്കണേക്കാട്ട് കൊള്ളാമെന്നില്ല. ഞാൻ 2 കൊച്ചുള്ളിയൊക്കെ ഇട്ട് കേട്ടോ, അതുകൊണ്ടാവാം. അപ്പൊ എന്തായാലും ഇന്നത്തെ കരിമീൻ വിശേഷം ഇവിടെ കഴിയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.